I noticed the slogan outside which says, Ente Booth, Ente Abhiman. ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം തന്നെ എന്റെ ബൂത്ത് എന്റെ അഭിമാനമാണ് എന്നതാണ്. So I want every single Congress party worker and leader to feel Ente Booth, Ente Abhiman. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും എല്ലാ പ്രവർത്തകർക്കും അവരുടെ ബൂത്ത് അവരുടെ അഭിമാനമാണ് എന്നുള്ള വികാരം ഉണ്ടാകണം. But I also want to add one line from my side, which every single worker and every single leader of the Congress party must feel about his party. Ente Booth, Ente Abhiman, Ente Party. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, നമ്മുടെ പാർട്ടിയിലെ ഓരോ നേതാക്കന്മാരും ഓരോ പ്രവർത്തകരും അവരെല്ലാം അവരുടെ മനസ്സിൽ ഉയർന്നു നിൽക്കേണ്ട കാര്യം എന്റെ ബൂത്ത് എന്റെ അഭിമാനമാണ് എന്നുള്ള കാര്യം തന്നെ. The Congress party belongs to every single member of its. The Congress party belongs to every single member, every single person who fights for the Congress party. കോൺഗ്രസിന് വേണ്ടിയാണ് എല്ലാവരും പോരാടേണ്ടത്. എല്ലാ അംഗങ്ങളും എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കേണ്ടത്. അവരുടെ മനസ്സിലുണ്ടാകേണ്ടതും അതുതന്നെയാണ്. We have started the Shakti program where all our workers can enroll and talk directly with the leadership. നമ്മൾ ശക്തി എന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേരിട്ട് ആ പ്രോഗ്രാമിലേക്ക് അംഗങ്ങളാകാൻ കഴിയുന്ന എൻറോൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. And I asked the workers of Kerala through the Shakti app what they would like me to speak about. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിലെ ഓരോ പ്രവർത്തകർക്കും ആ ശക്തി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയാൻ കഴിയും. And many of you sent your suggestions. I would like to read out some of the suggestions here. നിങ്ങളിൽ പലരും തന്നെ ഇപ്പോൾ പല അഭിപ്രായങ്ങളും അയച്ചിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. Chandresh from Alatur said we need more women and youth candidates. And this is a sentiment felt by many people in the Congress party. നമുക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെയും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും വേണം. എന്നാൽ മാത്രം I want to assure Chandresh and many other workers like him that the first thing that we are going to do when we win the 2019 election is pass the women's reservation bill in parliament. നമ്മൾ 2019 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കും. അങ്ങനെ അഭിപ്രായം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. And we will ensure that in every election many more youngsters and women participate. ഇനി മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വനിതകളും കൂടുതൽ ചെറുപ്പക്കാരും സ്ഥാനാർത്ഥികളാകുമെന്ന കാര്യം നാം ഉറപ്പുവരുത്തും. We want to see women in positions of leadership. നമ്മൾ ആഗ്രഹിക്കുന്നു വനിതകൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വരണമെന്ന്. And I know that the leaders of Kerala are extremely capable. ഈ കേരളത്തിലെ ആ നേതാക്കൾ അതിന് തീർച്ചയായും യോഗ്യരായിട്ടുള്ള കഴിവുള്ള ആളുകളുണ്ട്. But I want to add a few women to the stage. ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് വനിതാ നേതാക്കൾ കൂടി ഈ വേദിയിൽ ഉണ്ടാകണമായിരുന്നു. I want to tell Manoj from Kannur, you raised the issue of farmers and it is central to the future of our country. The protection of our farmers is the key to India's future. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കർഷകർക്ക് സംരക്ഷണം കൊടുക്കുകയും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുകയും സംരക്ഷിക്കുകയും എന്നതായിരിക്കണം നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രധാനപ്പെട്ട പരിപാടി. We have forgiven farm loan waivers in the 3 states where we have won elections, and we have committed that in 2019 we will have a government that will make up for all the crimes that Narendra Modi has done against the farmers over the last 5 years. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഭരണത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ കർഷകരെ ദ്രോഹിച്ചതിനുള്ള എല്ലാത്തിന്റെയും പരിഹാരം നമ്മൾ 2019 അധികാരത്തിൽ വരുമ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്.
Niaz from Trivandrum mentioned that it is very important that India builds a low-cost, high-quality education infrastructure. നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല നിലവാരമുള്ള എന്നാൽ വലിയ പണച്ചെലവില്ലാത്ത നല്ല വിദ്യാഭ്യാസം ഇന്ത്യയിലെ പാവങ്ങൾക്ക് നൽകണമെന്നാണ്. And I want to assure him and many other Congress workers like him that we are committed to increasing the amount of money we spend on both healthcare and education in Kerala and at the national level. കേരളത്തിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കൂടുതലായി പണം ചെലവാക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം. We do not want an India where only rich people have access to the best universities and the best hospitals. നമുക്ക് ഇന്ത്യയിൽ നല്ല സർവകലാശാലകൾ ഉണ്ടാകണം, നല്ല ഗുണനിലവാരമുള്ള ആശുപത്രികൾ ഉണ്ടാകണം. And I want to tell Joji George from Kottayam, Aruna from Alappuzha and Sanil John from Ernakulam that we are going to ensure that Congress workers get pride of place in the Congress party in Kerala and across the country. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളവരെല്ലാവരും കോൺഗ്രസിന്റെ ആ ശക്തി വീണ്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് ഉയരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay? I can hear you. Why don't you come closer here? ശക്തി പദ്ധതിയിലൂടെ വിവിധ ആളുകൾ വച്ചിരിക്കുന്ന അദ്ദേഹത്തിന് അയച്ചിരിക്കുന്ന സന്ദേശമാണ്, ആ ശക്തി പ്രോജക്ടിന്റെ സന്ദേശമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശരിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കറക്റ്റ് ആയത്. Mr. Narendra Modi is absolutely intent on dividing this country into two pieces. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തെ രണ്ട് കഷ്ണമായി വിഭജിക്കണമെന്ന് തന്നെയാണ്. He wants to create two Indias, one India for the richest people and the other India for farmers, laborers, middle class. അദ്ദേഹം ആഗ്രഹിക്കുന്നത് രണ്ടു തരത്തിലെ ഇന്ത്യയെ സൃഷ്ടിക്കണമെന്നാണ്. ഒന്ന് ഇന്ത്യയിലെ ധനികർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭാരതം, മറ്റൊന്ന് കർഷകരും പാവപ്പെട്ട തൊഴിലാളികളും ഉൾപ്പെടെയുള്ള മറ്റൊരു ഭാരതം, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭാരതം. He is ready to forgive 3.5 lakh crore rupees for 15 of his business friends. അദ്ദേഹം 3.5 ലക്ഷം കോടി രൂപ 15ഓളം വരുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു. But he is not ready to forgive 1 rupee of India's farm loans. പക്ഷേ അദ്ദേഹം ഈ 4.5 വർഷക്കാലത്തെ ഭരണത്തിൽ 1 രൂപ പോലും ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ചെലവാക്കിയില്ല. He dilutes Mahatma Gandhi Manrega and the food security bill. അദ്ദേഹം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും നമ്മുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലും വെള്ളം ചേർക്കുകയാണ് ഉണ്ടായത്. He destroys the land acquisition bill through which farmers and millions of Indians got the rights to their land. അദ്ദേഹം ഈ പറയുന്ന ലാൻഡ് അക്വിസിഷൻ ആക്ട്, ഭൂമി ഏറ്റെടുക്കൽ നിയമത്തെയും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. അത് രാജ്യത്തെ കർഷകരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. The Congress party has always done transformational things for our country. കോൺഗ്രസ് പാർട്ടി എന്നും നിലകൊണ്ടിട്ടുള്ളത് രാജ്യത്ത് വ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയാണ്. We do not believe in incremental politics. We believe in transformational politics. നമ്മൾ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദീർഘകാലത്തേക്ക് നമ്മുടെ രാജ്യത്തിലെ പാവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന, രാജ്യത്തിന് തന്നെ വലിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേത്. When the nation faced a wall in front of it of starvation, of hunger, Congress party broke that wall with the Green Revolution. നമ്മുടെ നാട്ടിൽ ആളുകൾ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ബുദ്ധിമുട്ടിയ ഒരു വലിയ മതിൽ അവർക്ക് ഉണ്ടായിരുന്നു, അവരുടെ മുന്നിലുണ്ടായിരുന്നു. ആ മതിൽ ഇടിച്ചു തകർത്ത് ആ പാവപ്പെട്ടവർക്ക് ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. We brought the entire country together and said we have to solve this problem for the future of our country. നമ്മൾ ഈ രാജ്യത്ത് മുഴുവനായി അത് ഇനിയും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഈ വ്യാപകമായ മാറ്റം ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ആ നിലവാരത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. And within a decade, India got food security.
നമുക്ക് ഒരു ദശാബ്ദക്കാലത്തിനകം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തത പൂർണ്ണമായി കൈവരിക്കും. We gave India the white revolution. The white revolution. ആ ധവള വിപ്ലവത്തിലൂടെയും നമുക്കത് സാധ്യമാക്കാൻ നമുക്ക് കഴിയും. അതും നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. Made India the largest producer of milk in the world. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരായി മാറും. We did it by bringing together the people of this country. നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. We did the telecoms revolution, the computer revolution, liberalization. നമ്മൾ ടെലികോം വിപ്ലവം നമ്മൾ ഈ രാജ്യത്തുണ്ടാക്കി. നമ്മൾ അതുപോലെ തന്നെ രാജ്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് വിപ്ലവകരമായ നടപടികൾ നമ്മൾ ഉണ്ടാക്കി. അതെല്ലാം Actions that transformed this country. അതെല്ലാം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ രാജ്യത്തുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് രാജ്യം ഒരുപാട് മുന്നോട്ട് പോകാൻ കാരണമായി. Mr. Narendra Modi has spent 5 years wasting India's time. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 5 വർഷം അദ്ദേഹം നശിപ്പിക്കുകയായിരുന്നു. Telling one lie after another. ഓരോ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കിട്ടിയ അവസരം ദുരുപയോഗപ്പെടുത്തിയത്. He promised 2 crore jobs every year to our youngsters. He gives 450 jobs to India every 24 hours. അദ്ദേഹം എല്ലാവർക്കും 2 കോടി ഒരു വർഷം വെച്ച് എല്ലാ ചെറുപ്പക്കാർക്കും ജോലി വാഗ്ദാനം ചെയ്തു. ഒരു മണിക്കൂറിൽ 450 ചെറുപ്പക്കാർക്ക് വെച്ചാണ് ജോലി വാഗ്ദാനം ചെയ്തത്. For the last 5 years, Mr. Narendra Modi has provided a maximum income guarantee to 15 of his friends. അദ്ദേഹം പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു ഗ്യാരണ്ടി നൽകിയത്, അതായത് മിനിമം ഗ്യാരണ്ടി നൽകിയത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകാരായ 15 സുഹൃത്തുക്കൾക്ക് മാത്രമായിരുന്നു. If you are Mr. Anil Ambani, you have a guarantee to maximum income. You can get 30,000 crores just like that through the Rafael deal. അദ്ദേഹം അനിൽ അംബാനി എന്നുള്ള തന്റെ ബിസിനസ് സുഹൃത്തിന് അദ്ദേഹം 13,000 കോടി രൂപയുടെ മിനിമം ഗ്യാരണ്ടിയാണ് വാഗ്ദാനം ചെയ്തത്. Jobs can be stolen from the people of Kerala, from the people of Karnataka, from the people of Orissa. HL can be pushed aside and Mr. Anil Ambani can be given a contract in 2 minutes. ജോലി ആഗ്രഹിച്ചിരുന്ന കേരളത്തിലെയും കർണാടകയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ചെറുപ്പക്കാരെ മുഴുവൻ തള്ളി നീക്കിക്കൊണ്ടാണ് അനിൽ അംബാനിയെ പോലുള്ള ഒരാൾക്ക് ഇത്രയും സഹായം നൽകിയത്. And for 5 years, the poor people of India have watched this tamasha. For 5 years, the people of India have watched this tamasha. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഈ തമാശ കണ്ടുകൊണ്ടിരിക്കുക. Nirav Modi, 35,000 crores. നീരജ് മോഡി 35,000 കോടി. Mehul Choksi, 30,000 crores. മെഹുൽ ചോക്സി 30,000 crores. 30,000 കോടി. Vijay Mallya, 10,000 crores. ഇതൽ വാനിയ 10,000 കോടി. Lalit Modi, ലളിത് മോഡി, Anil Ambani, 30,000 crores. അനിൽ അംബാനി 30,000 crores. So now the Congress party has decided if Mr. Narendra Modi can give a maximum income guarantee to 15 people, we are going to give a minimum income guarantee to every single Indian citizen. നരേന്ദ്രമോദി ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം തന്റെ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് മിനിമം ഗ്യാരണ്ടി നൽകിയിരിക്കുന്നതെങ്കിൽ നമ്മൾ കോൺഗ്രസ് ഒരു കാര്യം ഉറപ്പുവരുത്തും, ഇന്ത്യയിലെ എല്ലാ പാവങ്ങൾക്കും നമ്മൾ മിനിമം ഗ്യാരണ്ടി വേതനം ഉറപ്പുവരുത്താൻ പോവുകയാണ്. What does a minimum income guarantee mean? I want to make that clear. എന്താണ് മിനിമം ഗ്യാരണ്ടി വേതനം എന്നത് ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. A minimum income guarantee means that like the Mahatma Gandhi Narega promised and committed the right to work, and like the right to information committed the right to information, and like the food security bill guaranteed the right to food. ഈ മിനിമം ഗ്യാരണ്ടി വേതനം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, നമ്മൾ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി, നമ്മൾ കൊണ്ടുവന്ന വിവരാവകാശ നിയമം, ഇതിന്റെ എല്ലാം ഒരു തുടർച്ചയാണ്. The
Congress party government after 2019 is going to guarantee a minimum income to every single poor Indian. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിലെ എല്ലാ പാവപ്പെട്ടവനും ഒരു മിനിമം ഗ്യാരണ്ടി വേതനം അത് നമ്മൾ ഉറപ്പുവരുത്തും. We are going to give every single poor Indian direct money in his bank account as a guarantee. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ എല്ലാ പാവപ്പെട്ടവനും അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കാൻ പോവുകയാണ്. It does not matter, my friends, listen to me carefully. It does not matter how much Narendra Modi tries. We are not going to allow two Indias. There is only going to be one India. നമ്മൾ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി ചെയ്തതുപോലെ രണ്ട് ഭാരതത്തെ സൃഷ്ടിക്കുക എന്നതല്ല. We are not going to allow an India where 15 people can live like kings, can fly in private aeroplanes, can have anything they want, and the rest of this country is poor. അദ്ദേഹം ചെയ്തത് ഈ 15 പേർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക, എല്ലാം ചെയ്തു കൊടുക്കുക എന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ പാവപ്പെട്ടവർക്കും നമുക്ക് ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ ഒന്നായി നിർത്തുന്നതിനും വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ലക്ഷ്യം. Over the last 5 years, every single institution of the Indian government has been attacked. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആക്രമണം ഉണ്ടായതാണ്. ആ സ്ഥാപനങ്ങളെല്ലാം തകർത്തു. 4 judges from the Supreme Court come out. They go to the press and they say, we are not being allowed to work. 4 judges come out and say they are not being allowed to work. 4 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. 4 judges come out and say, we are not being allowed to work. In the same breath, they take the name of Judge Loya. അവരെല്ലാം 4 ജഡ്ജിമാർ പുറത്തു വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവരൊരു ജഡ്ജിയുടെ പേര് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. What is the message they were trying to give our country? What is the message they're trying to give our country? എന്താണ് അവർ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? They were trying to say that Mr. Amit Shah and Mr. Narendra Modi are not letting them work. He's not able to hear. Venu. നരേന്ദ്രമോദിയും അമിത്ഷായും അവർ സമ്മതിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. They were trying to give a message to the country that Mr. Amit Shah and Mr. Narendra Modi are not letting the Supreme Court function. അവരെ പറയാൻ ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയും അമിത്ഷായും സുപ്രീം കോടതിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. Friends, I want to ask you a question. Why was the CBI chief removed at 1:30 at night? എന്തുകൊണ്ടാണ് എന്തിനാണ് CBI ചീഫിനെ രാത്രി 1:30 മണിക്ക് മാറ്റിയത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. And when the Supreme Court said that the CBI chief has to be put back as head of the CBI chief, why did Narendra Modi have to remove him again within a couple of hours? സുപ്രീം കോടതി CBI ചീഫിനെ പഴയ സ്ഥാനത്ത് നിയമിക്കാൻ ആവശ്യപ്പെട്ടിട്ടും മണിക്കൂറുകൾക്കകം നരേന്ദ്രമോദി എന്തിന് ആ CBI ഡയറക്ടറെ അവിടെ നിന്നും മാറ്റി? Friends, I'd like to ask you, why did the ex-president of France tell the press clearly
that he was told by the Indian Prime Minister to give the Rafale contract to Mr. Anil Ambani? എന്തുകൊണ്ടാണ് ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ അനിൽ അംബാനിക്ക് റഫാൽ കോൺട്രാക്ട് കൊടുത്തത് എന്ന് വ്യക്തമാക്കണം. I want to ask you, why was a man who has no experience in building an aircraft given a contract that was snatched away from those people who have been building aircraft for 70 years for this country? വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത അനിൽ അംബാനിക്ക് ഇത് കൊടുത്തത് എന്തിനാണ്? നിരവധി വർഷക്കാലമായി രാജ്യത്തിന്റെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനം, പരിചയസമ്പന്നമായ സ്ഥാപനമുള്ളപ്പോൾ എന്തിനു വേണ്ടി ഇത് അനിൽ അംബാനിക്ക് കൊടുത്തു? I want to ask you, why was a plane that cost 526 crore rupees for one plane, why was it bought for 1600 crores a plane? 526 കോടി രൂപ മാത്രമുള്ള ഒരു വിമാനം എന്തിനാണ് 1600 കോടി രൂപയ്ക്ക് വാങ്ങിച്ചത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. Youngsters of this country, youngsters of Kerala, there is only one answer. എല്ലാ കേരളത്തിലെ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇതിന്, നാട്ടിലെ എല്ലാവർക്കും ഇതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. And the answer is that the Prime Minister of India is corrupt. ഒരേ ഒരു ഉത്തരം മാത്രമാണുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി അഴിമതിക്കാരനാണ്. And he is protecting himself when he removes the chief of the CBI and when he ensures that no inquiry is carried out. അദ്ദേഹം CBI ചീഫിനെ മാറ്റിയതിലൂടെ സ്വയം രക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കേസിൽ പെടാതിരിക്കാനുള്ള ഒരു ആത്മരക്ഷാർത്ഥമുള്ള ഒരു പരിപാടിയായിരുന്നു അദ്ദേഹം CBI ചീഫിനെ നീക്കം ചെയ്തത്. Friends, the ex-defense minister Mr. Parikar clearly stated that he has nothing to do with the new deal that was orchestrated by Mr. Narendra Modi to benefit Anil Ambani. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനിൽ അംബാനിയെ സഹായിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഈ ഇടപാടുമായി തനിക്ക് യാതൊന്നും ഒരു ബന്ധവുമില്ലെന്നും തനിക്കൊന്നും അറിയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ പറഞ്ഞത്. And the result of this crime is that thousands and thousands of young Indians, youngsters in Kerala, Karnataka, Orissa, other parts of the country who could have got high-paying jobs, technical jobs in HN, today will not get a single job. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? കേരളത്തിലെയും കർണാടകയിലെയും ഒറീസയിലെയും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ചെറുപ്പക്കാർക്ക് സാങ്കേതിക മികവുള്ള തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെട്ടത്. അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. No defense capability is going to be built in India. ഒരു നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ഒരു സംവിധാനവും ഈ മേക്കിംഗ് ഇന്ത്യയിൽ തന്നെ കാര്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം നടപ്പാക്കാനില്ല. The central government demonetized India's economy and destroyed the entire informal sector, wiped out small and medium businesses, destroyed shopkeepers. നോട്ട് പിൻവലിക്കൽ നടപടിയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തന്നെ ഈ ഗവൺമെന്റ് തകർത്ത് കളഞ്ഞു. ചെറുകിട ഇടത്തരം വ്യാപാരങ്ങളെല്ലാം പൂർണ്ണമായി തകർന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയും തകർന്നു. The Prime Minister has the audacity to come to Kerala and say that India is ahead of China. Which world is he living in? പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇന്ത്യ ചൈനയേക്കാൾ മുൻപന്തിയിൽ പോകുമെന്ന് പറയാൻ ധൈര്യം കാട്ടി. എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? If he just looked at the phone with which he takes his own selfie, it has made in China written on it. അദ്ദേഹം സെൽഫി എടുത്ത് ഇത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്വയം പ്രചരണം മാത്രം നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നും ചെയ്യുന്നില്ല. He has destroyed the economic backbone of this country, something that was built carefully, slowly by the Congress Party and the people of India. ഇത്രയും വർഷക്കാലം ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് വളരെ മന്ദഗതിയിലാണ് എങ്കിൽ പോലും പിന്നീട് ഈ രാജ്യത്ത് സ്വയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയത്. He gave India a GST which was fundamentally flawed. Come here. ഇല്ല, I can hear. Come here. GST fundamental. Here.
Now you can hear me while I'm saying. Okay? We do it together. He gave India a GST which was fundamentally flawed. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്ന നമ്മുടെ ചരക്ക് സേവന നികുതി തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലോപ്പായിരുന്നു, അതൊരു പരാജയമായിരുന്നു. You suffered a traumatic flood. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വലിയ പ്രളയമുണ്ടായി. What sort of GST is this that prevents the Kerala government from raising resources for reconstruction of the state after the floods? ഇത് കഴിഞ്ഞതിന് ശേഷം കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി എന്ത് നടപടികളാണ് ചെയ്തത്? What sort of GST is this that kills the MSME sector, traders and exporters? കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാരികളെയും കച്ചവടങ്ങളെയും എല്ലാം തകർക്കുന്ന തരത്തിലാണ് ഈ GST വന്നത്. What sort of GST is this that nobody understands it? ഇത് എന്ത് തരത്തിലുള്ള GST ആണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. And it is practically impossible to comply with. ഇത് വളരെ അപ്രായോഗികമാണ്, ഇത് നടപ്പാക്കാൻ വളരെ പ്രയാസകരമാണ്. I have said it before and I will say it again. The moment we come to power in 2019, we are going to restructure the Gabbar Singh tax and make it a real GST. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു. 2019 നമ്മൾ അധികാരത്തിൽ വന്നാൽ ഈ ഗബ്ബർ സിംഗ് ടാക്സ് നമ്മളത് പുനഃസംഘടിപ്പിക്കും, നമ്മളത് പുനരാവിഷ്കരിക്കും. We will redesign this GST so that it is an asset for the country instead of being a liability. നമ്മൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും രാജ്യത്തെ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലും അത് പുനർനിർവചിക്കും. Now I want to speak a little bit about your state government. നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. A government that is only interested in promoting its own cadre. It's so. A government that is only interested in promoting its own cadre. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അവരുടെ തന്നെ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ്. Kerala went through an extremely difficult period. കേരളം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. A massive flood, a man-made disaster. ഒരു മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്ന വലിയൊരു പ്രളയമാണ് കേരളത്തിൽ ഉണ്ടായത്. And you saw, I saw, you saw, everybody, the whole world saw the spirit of the people of Kerala. ഞാനും നിങ്ങളും ആ പ്രളയത്തെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് കണ്ടു. അവരുടെ സ്പിരിറ്റ് നമ്മൾ ദർശിച്ചു. Kerala stood together. കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നു. And not just people of Kerala here, but people of Kerala across the world stood together. ഈ കേരളത്തിലുള്ള മലയാളികൾ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തുമുള്ള മലയാളികൾ ഒരുമിച്ച് നിന്നു. The NRI community, നമ്മുടെ പ്രവാസികൾ, which has brought so much honor to the people of Kerala and India, stood with Kerala. അവരെല്ലാം ഈ പ്രവാസികളായ മലയാളികൾ മുഴുവൻ നമ്മുടെ കേരളത്തെ സഹായിച്ചു. And you stood together in a traumatic time. നിങ്ങൾ എല്ലാവരും ഈ പ്രയാസകാലത്ത് ഒരുമിച്ച് നിന്നു. The expectation was that your government would rebuild Kerala. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തെ പുനർനിർമ്മിക്കുമെന്നതാണ്. The expectation was that your government would feel for the people of Kerala. നമ്മൾ വിചാരിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഈ ഗവൺമെന്റ് മനസ്സിലാക്കുമെന്നാണ്. Would reach out to the people of Kerala and say, we are with you. അവർക്കെല്ലാം ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഗവൺമെന്റ് പ്രവർത്തിക്കുമെന്ന് നമ്മൾ We വിചാരിച്ചു. understand your pain. We understand your suffering. We are going to help you. ഞങ്ങൾ നിങ്ങളുടെ വേദനയും നിങ്ങളുടെ ദുരിതങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവർ കൂടെ ഉണ്ടാകും എന്ന് കരുതി. But instead, your government did nothing. അതിനു പകരം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. It didn't give the people of Kerala the support and the vision that the people of Kerala needed. യഥാർത്ഥത്തിൽ വേണ്ടത് കേരളം പുനർനിർമ്മിക്കാൻ അതിനുള്ള ഒരു വലിയ ചിന്തയും അതിനാവശ്യമായ ഒരു പുതിയ ദർശനവുമാണ്. And instead, the CPM and the BJP worked on dividing the people of Kerala. കേരളത്തിലെ CPM-ഉം BJP-യും ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. They created an orgy of violence. അവര് നിരന്തരമായ അക്രമം കേരളത്തിൽ ഉണ്ടാക്കി. And the real issue
of jobs for the youngsters of Kerala, protection for the farmers of Kerala, protection for the sisters and mothers of Kerala was put on the back burner. കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നത് അവർ പുറകിലേക്ക് മാറ്റി. അവരുടെ അജണ്ടയിൽ അതുണ്ടായിരുന്നില്ല. Now the Congress party respects the rights of women. Congress party respects the right of women. കേരള കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. And the Congress party respects the tradition and culture of this great state. അതേസമയം കേരളത്തിലെ പാരമ്പര്യത്തെയും അതിന്റെ സംസ്കാരത്തെയും കോൺഗ്രസ് പാർട്ടി ബഹുമാനിക്കുന്നു. But the Congress party does not agree with the violence that is being carried out by the CPM and the BJP in this state. എന്നാൽ ഒരു കാരണവശാലും ബിജെപിയും അതുപോലെ സിപിഎമ്മും തുടർച്ചയായി നിരന്തരമാക്കി ഉണ്ടാക്കിയ അക്രമത്തെ കോൺഗ്രസ് അതിനെ ഗൗരവമായി കാണുന്നു, അതിനെ അംഗീകരിക്കുന്നില്ല. The Congress party believes that Kerala has to work unitedly and together, and that Kerala must not be divided. കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കേരളം ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നത്തെ നേരിടണമെന്നതാണ്. ഒരു കാരണവശാലും കേരളം വിഭജിക്കപ്പെടാൻ പാടില്ല. I want to ask the CPM, what have they done for the youngsters of this state? ഞാൻ സിപിഎമ്മിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? What have they done for the farmers of this state? നിങ്ങൾ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? The same questions that I asked Mr. Narendra Modi in Delhi, I asked the Chief Minister of Kerala. ഞാൻ നരേന്ദ്രമോദിയോട് ഡൽഹിയിൽ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനും ആഗ്രഹിക്കുന്നത്. Where are the jobs? Where are the hospitals? Where are the education institutions? Where is the future of this state? എവിടെയാണ് ജോലിയുള്ളത്? എവിടെയാണ് ആശുപത്രികളുള്ളത്? എവിടെയാണ് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നത്? ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒന്നും ഒരു ശ്രദ്ധയും ചെയ്യുന്നില്ല. And I am very clear. I have no doubt in my mind. India and Kerala can only grow if they are united, if there is love and affection in the state and the country, and if they work together. ഒരു കാര്യം ഉറപ്പാണ്, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും വളരണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. സ്നേഹവും സമാധാനവും സാഹോദര്യവും നമ്മുടെ നാട്ടിൽ പുലരണം. Kerala or our nation are not going to benefit from violence and division. കേരളമോ നമ്മുടെ രാജ്യമോ ഈ അക്രമം കൊണ്ടോ അതുപോലെ ഈ സ്പർദ്ധ കൊണ്ടോ ഒന്നും നേടാൻ പോകുന്നില്ല. There are huge challenges in front of this state and in front of our country. നമ്മുടെ രാജ്യത്തിന് മുമ്പിലും സംസ്ഥാനത്തിന്റെ മുന്നിലും ഒരുപാട് വെല്ലുവിളികളുണ്ട്. Modi ji says that India is ahead of China. മോദി പറയുന്നത് ഇന്ത്യ ചൈനയുടെ മുമ്പിലാകുമെന്നാണ്. But wherever you look, you see made in China. പക്ഷെ എവിടെ നോക്കിയാലും ചൈനയിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കാണുന്നത്. എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. You look at the phones made in China. You look at the camera made in China. You look at the shoes made in China. You look at the cap made in China. ഫോൺ നോക്കിയാലും ക്യാമറ നോക്കിയാലും ഷൂ നോക്കിയാലും എന്ത് സാധനങ്ങൾ നോക്കിയാലും മെയ്ഡ് ഇൻ ചൈന എന്നാണ് കാണുന്നത്. And remember, each time you see those words made in China, Chinese youngsters are benefiting. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എവിടെ നിങ്ങൾ മെയ്ഡ് ഇൻ ചൈന എന്ന് കണ്ടാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിലെല്ലാം ചൈനയിലെ ചെറുപ്പക്കാരാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്നാണ്. And I am confident, without any doubt in my mind, that if the governments of Kerala and the government of India empower the people of Kerala and our country, we can take on any challenge, including the Chinese, as far as manufacturing is concerned. തീർച്ചയായിട്ടും എനിക്കൊരു ഉറപ്പുണ്ട്. കേരളത്തിലെയും നമ്മുടെ രാജ്യത്തിലെയും ഗവൺമെന്റ് രാജ്യത്തിലെ ചെറുപ്പക്കാർക്കും ജനങ്ങൾക്കും ശക്തി പകർന്നു കൊടുത്താൽ നമുക്ക് ഉൽപാദന കാര്യത്തിൽ നമുക്ക് ചൈനയെ കടത്തിവെട്ടാൻ നമുക്ക് കഴിയും. I am confident that if we work together, we will see Chinese youngsters taking selfies with a phone that has made in India written on it. ഞാൻ ഒരു കാര്യം ഉറപ്പുണ്ട്, അങ്ങനെ ഒരു കാലം വരുമ്പോൾ ചൈനീസ് ചെറുപ്പക്കാർ സെൽഫി എടുക്കുമ്പോൾ അതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഫോണായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. We will see Chinese people with shirts with made in Kerala written on it. ചൈനക്കാർ മെയ്ഡ് ഇൻ കേരള എന്ന് എഴുതിയത് വരെ നോക്കാനുള്ള സാധ്യത ഉണ്ടാകും. So brothers and sisters, what I'm trying to tell you
is that we need to all come together. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. We need to fight these forces that divide us along different axes. നമ്മളെ പല കാര്യങ്ങളായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായി നമ്മൾ പോരാടണം. Different religions are divided, different communities are divided, different states are divided. വിവിധ ഗ്രാമങ്ങളും ജനങ്ങളും മതങ്ങളും എല്ലാം വിഭജിക്കപ്പെടുകയാണ്. And the Congress party is the only party that can bring the entire country and the state together. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് രാജ്യത്തെ ഒരുമിപ്പിച്ചു നിർത്താനും ഒന്നിപ്പിച്ചു നിർത്താനും കഴിയുന്നത്. And frankly, the Congress worker is the most important instrument of the Congress party. ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടിക്ക് അത് ചെയ്യാനുള്ള ഏറ്റവും വലിയ ശക്തിയും അതിന്റെ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. You have seen, we have fought the BJP in Madhya Pradesh, Chhattisgarh and Rajasthan. നിങ്ങളറിയാം, നമ്മൾ ബിജെപിയുമായി മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നമ്മൾ പോരാടി. You have seen what happened to them in these three states. അവർക്ക് എന്താണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു. We have defeated the ideology of the BJP in these three states. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ പരാജയപ്പെടുത്തിയത്. And we are going to do exactly the same in Kerala and with Mr. Narendra Modi. നമ്മൾ ഇത് തന്നെയാണ് കേരളത്തിലും രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായും ചെയ്യാൻ പോകുന്നത്. And the backbone, the Congress worker, is going to help us do this job. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നട്ടെല്ലായ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കേണ്ടത്. Don't underestimate yourself. നിങ്ങൾ ഒരിക്കലും ചെറുതാണ് എന്ന് തോന്നരുത്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. Everybody says RSS has cadre. എല്ലാവരും പറയുന്നത് RSSന് കേഡർ ഉണ്ടെന്നാണ്. CPM has cadre. CPM ഒരു കേഡർ പാർട്ടിയാണ് എന്നാണ്. But my brothers and sisters, remember, RSS might have cadre, CPM might have cadre, but you have the heart of India in you. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബിജെപിക്ക് കേഡർ ഉണ്ടാകാം, അതുപോലെ RSSന് കേഡർ ഉണ്ടാകാം, CPMന് കേഡർ ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ ഹൃദയമാണ് നമ്മുടെ ഉള്ളത്. You don't forget who fought for the freedom of this country. നിങ്ങൾ ഒരിക്കലും മറക്കരുത് ആരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതെന്ന്. You don't forget നിങ്ങൾ ഒരിക്കലും മറക്കരുത് how the top leaders of the RSS were begging in front of the British while our leaders were sitting in jail. നമ്മുടെ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ ഈ ബിജെപിയുടെ നേതാക്കന്മാർ, ഈ RSS നേതാക്കന്മാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ മുന്നിൽ മുട്ടിൽ എഴുതുകയായിരുന്നു. You don't forget how many Congress workers died in Jallianwala Bagh. ജാലിയൻ വാലാബാഗിൽ എത്രമാത്രം കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ കൊല്ലപ്പെട്ടത്? How many have died in Kerala? എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലും സ്വാതന്ത്ര്യ സമരകാലത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. Punjab, Jammu Kashmir. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും. Congress party is the party that has shed the blood for this country. കോൺഗ്രസ് പാർട്ടിയാണ്, അതിന്റെ പ്രവർത്തകരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തമൊഴുക്കിയത്. And that is the badge that you wear. അതാണ്, ആ പാരമ്പര്യമാണ് നമുക്കുള്ളത്. Yes, they have a cadre, but you have the right spirit. നിങ്ങൾ അത് യഥാർത്ഥ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ സന്ദേശവാഹകരായി അത് ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. And there is also another very powerful thing. They are absolutely convinced that they know everything. The CPM and the BJP RSS are absolutely convinced that they have the answer to everything. അവര് ബിജെപിയും CPM എല്ലാം വിചാരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം അവർക്ക് ഉത്തരമുണ്ടെന്നാണ്. You are humble. നമ്മൾ വളരെ വിനീതരായി നിൽക്കുന്നവരാ. You are absolutely convinced that the people of India have the answer to everything. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. You listen to the people of India and you work with the people of India and you embrace the people of India. നമ്മൾ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നു. So you should be very proud of your history, your present and your future. നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഇന്നിനെയും ഇന്നലകളെയും കുറിച്ച് നാളെയും കുറിച്ച് നിങ്ങൾ അഭിമാനം ഉള്ളവരാകി മാറണം. You mark my words. We are going to defeat the CPM in Kerala.
And we are going to defeat Mr. Narendra Modi in 2019 in Delhi. നരേന്ദ്രമോദിയെ കേന്ദ്രത്തിലും കേരളത്തിൽ CPM-നെയും തോൽപ്പിക്കാൻ ഉള്ള ശക്തി നിങ്ങൾക്കുണ്ട്. And then we will give the people of India and the people of Kerala a government that works for the people and not for an organization. കേരളത്തിലെ ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്തേണ്ടത് അവർ അവരുടെ ആളുകൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. We are going to protect the rights of the farmers and we are going to ensure that our youngsters are competitive with any other country in this world. നമ്മൾ കർഷകരെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ചെറുപ്പക്കാരെ മത്സരങ്ങളിൽ വിജയിപ്പിക്കാൻ അവരെ ശക്തരാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു. And we are going to protect the rights of our poor people. നമ്മൾ ആ പാവപ്പെട്ടവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. We will ensure that every poor person has a minimum income guarantee. നമ്മൾ ഇന്ത്യയിലെ ഓരോ പാവപ്പെട്ടവനും അവന്റെ ഒരു മിനിമം ഗ്യാരണ്ടി വേതനം ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. Friends, don't think this is a small thing. There is no country in the world, forget it, no country in the world, and certainly no country the size of India that has ever committed to its people a minimum income guarantee. നിങ്ങൾ ഇതൊരു ചെറിയ കാര്യമായി കാണണ്ട. ലോകത്തിൽ ഇന്ത്യയോളം വലുപ്പമുള്ള ഒരു രാജ്യത്തും അവരുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മിനിമം ഗ്യാരണ്ടി വേതനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. And we are only able to take this step because of the spirit of the Congress worker and the spirit of the people of Kerala and the spirit of the people of India. ഞാനിത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആ ആവേശമാണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ഇതുപോലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ. I want to conclude by telling the people of Kerala that I was recently in Dubai. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ദുബായിൽ പോയിരുന്നു. And it made me very proud to see that the spirit of the people of Kerala has traveled to Dubai. എനിക്ക് വളരെ അഭിമാനമുണ്ട്. കേരളത്തിലുള്ള ആളുകൾ അവിടെ കാണിച്ച ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. And when I saw those fantastic buildings, ഞാൻ അവിടെ മനോഹരമായ രമ്യകർമ്മങ്ങൾ കണ്ടു. that superb infrastructure, അവരുടെ ആകൃതിയിലും കാഴ്ചയിലുമെല്ലാം മറ്റ് താരതമ്യമില്ലാത്ത കെട്ടിടങ്ങളാണ്. I was very proud that the spirit, the unity and the progressive thought of Kerala was responsible for building it. കേരളത്തിലെ തൊഴിലാളികളുടെയും കേരളത്തിലെ ജോലിക്കാരുടെയും മലയാളികളുടെയും ആവേശവും അവരുടെ സത്യസന്ധതയും അവരുടെ ആത്മാർത്ഥതയുമാണ് ആ കെട്ടിടങ്ങൾ ദുബായിൽ ഉണ്ടാക്കിയത്. Kerala is not just a state. Kerala is not just a state. കേരള വെറും ഒരു സംസ്ഥാനം മാത്രമല്ല. Kerala is an idea. കേരളം എന്നത് ഒരു ആശയമാണ്. It is a way of looking at the world. നമ്മൾ ലോകത്തെ നോക്കി കാണുന്നവരാണ്. It is a spirit. അത് ആവേശത്തിൽ. It includes compassion. അത് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും അതിനകത്തുണ്ട്. It includes humility. അതിന്റെ അകത്ത് വിനീതമായ ഒരു ഭാവമുണ്ട്. It includes respect. അത് മറ്റുള്ളവരോടുള്ള ബഹുമാനം കൂടിയാണ്. And I am extremely proud എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് that the people of India are helping guide the people of India. Sorry, the people of Kerala are helping guide the people of India. യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യക്ക് മാതൃകയാകും, ഇന്ത്യക്ക് വഴികാട്ടികളാവും. There is a lot that we can learn from the people of Kerala. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. What you have achieved in education. നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം നേടിയെടുത്തു. So I want to thank you for coming here. Thank you for being part of this great nation. And thank you with all my heart for being dedicated workers of the Congress Party. ഞാൻ നിങ്ങളെ ഇവിടെ വന്നതിനും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതിനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുമെല്ലാം ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. I also want to say something about the spirit of our leaders in Kerala. ഞാൻ കേരളത്തിലെ നേതാക്കന്മാരുടെ ഈ ആവേശകരമായ നേതൃത്വത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. Of course, in every political party there are tensions and complications. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതിൻ്റെതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. And we are a democratic party. So we allow a conversation. നമ്മൾ തീർച്ചയായും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ഒരു ജനാധിപത്യ പാർട്ടിയിൽ നമ്മൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ കൊടുക്കും. But I want to say that every single one of our leaders on the stage has some unique strength. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇവരെല്ലാവരും മൗലികമായ ഒരു ആശയത്തിന്റെ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്, ഒരേ കാഴ്ചപ്പാടുള്ളവരാണ്.
And I want to thank them for the sacrifice and the work they have also done for the Congress party. ഞാൻ അവരോട് നന്ദിയുള്ളവരാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും അതിനുവേണ്ടി അവർ ചെയ്യുന്ന ത്യാഗത്തിലും ഞാൻ നന്ദിയുള്ളവനാണ്. I would like to conclude by saying thank you and Jai Hind. ഞാൻ നിങ്ങളോട് നന്ദിയോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Mr. Satheesan is saying that he was having trouble listening, and he's correct, because here the noise, there's quite a lot of noise here, so it's been difficult for him to translate, so please give him a hand. Thank you. Sky Gold, Calicut Road, Perindalmanna.